നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നയന ഒരു ഡിസൈനൊക്കെ വരയ്ക്കുകയാണ്. പിന്നീട് ആദർശിനോട് പറഞ്ഞു, ആദർശേട്ടാ ഇതങ്ങടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു മാളവികയ്ക്ക്. ഈ സമയത്ത് നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ സംസാരിക്കണ സമയത്ത് അനി പറഞ്ഞു, അതെ നാളെയല്ലേ ബർത്ത്ഡേ, അപ്പൊ നമുക്ക് ഇന്ന് രാത്രി അത് ആഘോഷിച്ചാലോ എന്ന് ചോദിച്ചു. എടാ അതെങ്ങനെ ശരിയാകും? നാളത്തെ പിറന്നാൾ ഇന്ന് ആഘോഷിക്കാൻ പറ്റുമോ? ആഹാ ഇതാ ഇപ്പൊ നന്നായത്. എടി ന്യൂ ഇയർ ഒക്കെ നാളെ ആണെങ്കിൽ രാത്രി 12 മണി കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആഘോഷിക്കാൻ തുടങ്ങൂലേ? ശരിക്കും ഒരു ദിവസം തുടങ്ങുന്ന എപ്പോഴാ? മലയാളികൾക്ക് ഒരു ദിവസം തുടങ്ങുന്ന രാവിലെ 5 മണി തൊട്ടാ. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല. ലോകം അംഗീകരിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. അറിയാലോ നിനക്കത്. 12 മണി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ആയെന്ന് പറഞ്ഞു. ശരി, അതിന് എടി നമുക്കൊരു കാര്യം ചെയ്യാം, 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എടാ ഞാൻ 12 മണിക്ക് എങ്ങനെ വരൂടാ കേക്ക് കട്ട് ചെയ്യാനായിട്ട്? എടി നീ ഒരു കാര്യം ചെയ്താൽ മതി, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. നൈറ്റ് ഡ്യൂട്ടിയോ? അതേനെ. അതിനുശേഷം കേക്ക് കട്ട് ചെയ്തിട്ട് നീ വീട്ടിലേക്ക് പോയാൽ മതി. എടാ നീ എന്ത് വർത്താനാടാ പറയണേ? നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ മുങ്ങാൻ പറ്റുന്ന കാര്യമാണോ? അത് മാത്രമല്ല പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോകാനായിട്ട് അച്ഛനും അമ്മയും വിളിക്കുകയും ചെയ്യും. എടി 12 മണിക്ക് കേക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മണിയാകുമ്പത്തേനും നിനക്ക് തിരിച്ചു പോവാലോ. തിരിച്ചു പോയിട്ട് നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. അതിനുശേഷം രാവിലെ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ മതി. എടാ എന്നാലും ഇല്ല, എനിക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് നിനക്ക് പറ്റില്ല എന്നൊക്കെ ചോദിച്ച് അനി സെന്റി അടിക്കുകയാണ്. അപ്പോൾ ഒടുവിൽ നന്ദു പറഞ്ഞു, ശരി, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതെന്താടി? അല്ല നീ എന്ത് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും? കാരണം ഇത്ര സമയം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ അന്വേഷിക്കില്ലെന്ന് ചോദിച്ചു അമ്മയും അച്ഛനും ഒക്കെ. അതിന് വഴിയുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്തേലും കോൺഫിഡൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോളാം ആ സമയത്തോ. പിന്നല്ലാതെ എന്തേലും തിരക്കുണ്ടെന്ന് പറയാം. എടാ അതിന് നിന്റെ അച്ഛനും പിന്നെ വല്യച്ഛനും ഒക്കെ അവിടെ കമ്പനി കാണത്തില്ലേ? അവർക്കറിയാലോ. എടേ അവരൊക്കെ പോയിക്കോളും. പിന്നെ വേണമെങ്കിൽ ഞാൻ പറയാം, എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടായിരുന്നോ അവരോടൊപ്പം ഒന്ന് ചുറ്റിക്കറങ്ങിയെന്നോ. ഈ ജോലിയുടെ സ്ട്രെസ് കാരണേ. എങ്ങനെയുണ്ട്? ആ അത് കുഴപ്പമില്ല, അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നൊരു കാര്യം ഉണ്ടാ, നീ എന്നെ ഹോട്ടൽ മുറിയിലേക്കൊന്നും വിളിച്ചേക്കല്ലേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? എടാ അതല്ല, ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ. ഇങ്ങനെ ചുമ്മാ ആ സമയത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട, അത് പിന്നെ വലിയ പ്രശ്നവും അറിയാലോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അടുത്ത പ്രശ്നം അതായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ, നിനക്ക് പരിക്കുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താണെങ്കിലും നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് അനി ഉറപ്പ് കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ. ഈ സമയത്ത് അനി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാലോ. ഇപ്പം അബിയേക്കാളും കൂടുതലായിട്ട് ഞങ്ങളെല്ലാം ശത്രുക്കളായിട്ട് കാണുന്ന നിന്റെ ചേച്ചിയാ. നിന്റെ ചേച്ചിയുടെ സ്വഭാവം അറിയാലോ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അയ്യോ അതിനെക്കുറിച്ച് പറയണ്ട, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഉള്ള മൂടും കൂടെ പോവും, മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് എന്ന് പറയണ. അങ്ങനെ അവർ സംസാരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയത്ത് നയന ഒരു ഡിസൈനും കൂടെ വരച്ചു. അങ്ങനെ ആദർശനോട് പറഞ്ഞു, ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? പിന്നല്ലാതെ എന്ന് പറയണം. ആദർശേട്ടാ എനിക്കിപ്പം നല്ലൊരു പേടിയുണ്ട്, മാളവിക നമ്മളെ ചതിക്കുമെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒരു പക്ഷേ ഈ ഡിസൈനിങ് കണ്ടു കഴിയുമ്പത്തിനും അവള് തന്നെ മതിയെന്ന് ചിലപ്പോൾ ജൂലിയർ ഉറപ്പിക്കുമായിരിക്കും. ചിലപ്പം അവൾ ഉദ്ദേശിക്കുന്നേക്കാളും കൂടുതൽ സാലറി ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ ചതിക്കില്ലെന്ന് ആര് കണ്ടു? അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ആ കാര്യത്തിൽ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് അവളെ പണ്ട് മുതലേ അറിയാവുന്ന, കുറെ കാലം നമ്മുടെ ജൂവലറിയിലും ഉണ്ടായിരുന്നു. പിന്നീടാണ് അവള് നേരെ യുഎസിലേക്ക് പോയത്. പക്ഷേങ്കിൽ അതിനുശേഷം എല്ലാ മാസം അവൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. അവളെന്നെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അവളൊരു ഫോറിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരവിടെ സെറ്റാണ്. പിന്നെ 3 മാസത്തെ ലീവിന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചെന്നുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, അവൾ ചതിക്കില്ല എന്ന് പറയാൻ കാരണം മൂർത്തി ജ്വല്ലറിയെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. അത് തകർന്നു പോകാന്ന് പറഞ്ഞാൽ അവൾക്കും വിഷമമുള്ളതാ. അതുകൊണ്ട് ഒരിക്കലും അവളങ്ങനെ ചതിക്കാനായിട്ട് കൂട്ടു നിൽക്കില്ല. പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഉറപ്പായിട്ടും ജൂവലറിക്കാര് അവിടെ നിയമിക്കും. ഇനിയിപ്പം നയന കളക്ഷൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് ജൂവലറിക്കാര് ഇറക്കാൻ പോകുന്ന മാളവിക കളക്ഷൻ ആയിരിക്കും. അങ്ങനെ പേരും പ്രശസ്തി അവൾക്ക് വാങ്ങിക്കൊടുക്കും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കണേന്ന്. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല ആദർശേട്ടാ, അത് പിന്നെ അങ്ങനെ നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അല്ല ഇനിയിപ്പോൾ 3 മാസം കൊണ്ട് നമുക്ക് സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതോ അതിനുശേഷം വേണമെങ്കിൽ ഒരു 3 മാസം കൂടെ അവളെ കൊണ്ട് നമുക്ക് ലീവ് എടുപ്പിക്കാം. അവളുടെ ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ് സമ്മതിക്കായിരിക്കും. കാരണം ഇവിടെ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട്
വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉം. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല ഭംഗിക്ക് നടക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ചിലപ്പോൾ ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ശത്രു രാജ്യത്തിലേക്ക് നമ്മളൊരാളെ പറഞ്ഞു വിടുമെന്നുള്ള കാര്യം. ആദർശ് പറഞ്ഞു, അത് ശരിയാ. നയന പറഞ്ഞ എന്നാ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്ന് തന്നെ ആദർശേണ് ഇത് അയച്ചു കൊടുക്കുക, കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് എന്ത് ചെയ്തു, ഒടുവില് ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ മാളവികയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. ഡിസൈൻ മാളവികയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാളവിക ഡിസൈനൊക്കെ നോക്കുകയാണ്. പിന്നീട് അതിൻ്റെ എല്ലാം പ്രിന്റൊക്കെ എടുത്തു. മാളവികയ്ക്ക് സന്തോഷമായി. എന്ത് ഭംഗി ഇത് കാണാനായിട്ട്. എത്ര പെട്ടെന്നാണ് നയന മാഡം ഇതൊക്കെ വരച്ചിരിക്കുന്നത്. ശരിക്കും ആദർശ് സാറിന്റെ ഭാഗ്യം തന്നെയാണ് നയന മാഡം. ഇത്ര നല്ല കഴിവുള്ളൊരു പെൺകുട്ടിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും ഇത്ര കഴിവുള്ള ഡിസൈനർ ഉണ്ടായിട്ട് പോലും എങ്ങനെയായിരിക്കും ജ്വല്ലറിയൊക്കെ തകർന്നത് ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല. മൂർത്തി ജ്വല്ലറി തകർക്കാൻ വേണ്ടിയിട്ട്, കാരണം ആദർശ് സാറാണെങ്കിലും മൂർത്തി സാർ ആണെങ്കിലും നല്ല മനുഷ്യന്മാരാ. അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ അത്ര നല്ലവന്മാരല്ല. അങ്ങനെയാണെങ്കിൽ അമ്മമാർക്കിടെ നല്ല പണി തന്നെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് മാളവിക ആ ഡിസൈനുമായിട്ട് നേരെ ഡേവിന്റെ മുന്നിലേക്ക് ചെല്ലുവാണ്. പിന്നെ ഡേവിനോട് പറഞ്ഞു, സാറേ ഡിസൈൻ കഴിഞ്ഞു, വരച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു. ഓ ഇത്ര പെട്ടെന്നോ, കാണിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ഞാനല്ല, ഞാനിത് അയച്ചു കൊടുക്കും. അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടില് മാളവിക ചോദിച്ചു, അതെന്താ സാർ അങ്ങനെ? അപ്പൊ സാറല്ലേ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ? സാറല്ലേ കമ്പനിയുടെ എം ഡി ഞാനാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടണമല്ലോ എന്ന് പറഞ്ഞു. മാളവികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാള് വേറെ ആർക്കുമാണ് അയച്ചു കൊടുക്കാൻ പോകുന്നത്, അയാളാണ് തീരുമാനങ്ങളൊക്കെ എടുക്കണേ എന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് അയാൾക്ക് കൂടുതൽ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അയാൾ പറഞ്ഞു, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പിന്നെ ഞാൻ അയച്ചു കൊടുത്തു നോക്കാം. ഇതിനു മുമ്പ് വന്നവരും ഇങ്ങനെയൊക്കെ തന്നെ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് ഞാൻ അയച്ചു കൊടുക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മാളവിക പറഞ്ഞു, സാറേ ഇതെന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സാറ് പറഞ്ഞിരിക്കുന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ. ഇത്ര ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഇതിനു മുമ്പ് ഇതൊരു ഡിസൈൻ വരച്ചിട്ട് പോലും ഇല്ല. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എം.ഡി പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ പറയണേ, അവരവരുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് വരച്ചെന്ന്. സാരമില്ല, ഞാനൊന്ന് അയച്ചു കൊടുക്കാം. അവിടുന്ന് ഫൈനൽ തീരുമാനം എന്താന്ന് വെച്ചാൽ അറിയട്ടെ, പിന്നെ പ്രതീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാളവിക പറഞ്ഞു, എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല, കിട്ടിയാ കിട്ടി, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഈ ജോലി കിട്ടിയില്ലെന്ന് ഓർത്തോണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ കമ്പനി ജോലി കിട്ടുവാണെങ്കിൽ അറിയാലോ എന്തൊക്കെയോ ഓഫറുകളും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതെന്ന്. അത് മാത്രമല്ല ഇവിടെ ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങളെ മെയിൻ ഡിസൈനറുടെ കൂട്ടത്തിൽ കൂട്ടുകയും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് നാഗേന്ദ്രനാണല്ലോ ഫൈനൽ തീരുമാനം പറയേണ്ട ആള്. അങ്ങനെ നാഗേന്ദ്രന്റെ അവതരികയും കൂടെ സംസാരിക്കുന്ന സമയത്താണ് ഡിസൈൻ കാണുന്നത്. അങ്ങനെ ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ നോക്കാൻ പറഞ്ഞു. ആ ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവതരിക്ക് ഭയങ്കര സന്തോഷമായി. കൊള്ളാലോ വെച്ചാ, ഇതുവരെ വന്നതിൽ വെച്ച ഏറ്റവും നല്ല ഡിസൈൻ ഇതാണല്ലോ എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, എനിക്കും അത് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവധി പറഞ്ഞു, ഈ ഡിസൈൻ വരച്ച പെൺകുട്ടി നമ്മുടെ കമ്പനി ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം എനിക്കറിയാം, നമ്മുടെ കമ്പനി ഒന്നിനൊന്നിനും മെച്ചപ്പെടും. കാരണം ഈ ഡിസൈൻ ഫേമസ് ആവും എന്ന് പറഞ്ഞു. അല്ല, ഈ ഡിസൈൻ വരച്ച കുട്ടിയുടെ പേരെന്താ? മാളവിക. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛാ, എന്താണെങ്കിലും ഇവരെ നമ്മൾ നമ്മുടെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യണം. ഉറപ്പായിട്ടും നമുക്ക് കമ്പനിയിൽ ഉയരത്തിലെത്താൻ സാധിക്കും എന്നൊക്കെ പറയണം. ഇതേ സമയത്ത് മാളവികയായിട്ട് സംസാരിക്കുകയാണ് ഡേവിഡ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഡേവിഡ് പറഞ്ഞു, അല്ല ഈ ജോലി കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോ യുഎസിലേക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ, യുഎസിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് സെറ്റിൽ ആവണമെന്നുണ്ടായിരുന്നു ഈ ജോലി കിട്ടുവാണെങ്കിൽ. പിന്നെ ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണം, ഹസ്ബൻഡ് അവിടെയാണല്ലോ എന്നൊക്കെ പറയണം. അതെ, അധികം പ്രതീക്ഷയൊന്നും വേണ്ട, കാരണം ആ ഡിസൈനിങ് ഒക്കെ അത്ര ഭംഗിയുള്ള ഡിസൈനിങ് ഒന്നും അല്ലായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അയാളുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നേ എക്സലന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് കണ്ടിച്ചപ്പോൾ അയാളോർത്തു, ഇനി ഇവളോട് എങ്ങനെ ഇത് പറയും? താൻ ഇത്ര സമയം ഇവളെ താഴ്ത്തി കെട്ടിയല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നേ, ഇവളെന്ത് വിചാരിക്കും? പിന്നീട് പെട്ടെന്ന് അയാളോട് ഡേവിഡ് പറഞ്ഞു, അതേ മാളവിക, ഒരു കാര്യമുണ്ട്, അത്ര ഡിസൈൻ വരച്ചെങ്കിലും അതിനകത്ത് ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പറയണം. അത് കേട്ടപ്പോൾ മാളവികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാൾക്ക് എന്താണെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ട്, അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറയണത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. പിന്നീട് ഡേവിഡ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിക്കട്ടെ, വിളിച്ചു നോക്കിയിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, നല്ല ഡിസൈനിങ്ങാ, ഉറപ്പായിട്ടും അവരെ അപ്പോയിന്റ് ചെയ്തോളാനൊക്കെ പറഞ്ഞു. ശരി സാറെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ആ സമയത്ത് ഒരു കാര്യം അനാമയ്ക്ക് ഉറപ്പായി, ഇതിന്റെ പിന്നില്
ആരൊക്കെയുണ്ട്, കാരണം അതുകൊണ്ടാണല്ലോ അയാൾ ശരി സാറെന്ന് പറഞ്ഞത്. അതിനുശേഷം ഡേവിഡ് പറഞ്ഞു, അതെ, മാളവികയുടെ അപ്പോയിന്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മാളവിക ഒരു കാര്യം ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ഇവിടെ ജോയിൻ ചെയ്താൽ അറിയാലോ, കമ്പനി നല്ല രീതിയിൽ തന്നെ മാളവികയ്ക്ക് മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മാളവിക പറഞ്ഞു, എനിക്കറിയാം. അല്ല, മാളവിക കേട്ടിട്ടില്ലേ ഈ നയന കളക്ഷൻസ്? ഉണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ ഇനി മാളവിക കളക്ഷൻസ് വരാനായിട്ട് പോകുന്നേ. നമ്മൾ ഫേമസ് ആവാനായിട്ട് പോവാ. മാളവികയുടെ പേരിൽ ഇഷ്ടം പോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് സന്തോഷമുള്ള കാര്യമല്ലേ. അത് മാത്രമല്ല, കുറെ ഓഫറും കാര്യങ്ങളൊക്കെ വരും. അപ്പം പിന്നെ മാളവികയ്ക്ക് ഇവിടെ തന്നെ സെറ്റിലായാൽ മതി. ഇനിയിപ്പോൾ US തിരിച്ചൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാളവിക പറഞ്ഞു, അതിനകത്ത് എനിക്ക് സന്തോഷമുള്ളൂ സാറെന്നൊക്കെ പറയണം. അങ്ങനെ ഡേവിഡിനെ വിശ്വസിപ്പിക്കുകയാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.